ക്രിയേറ്റീവ് ജെയ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു വേസ്റ്റ് ആയിട്ടുള്ള ഒരു സോപ്പ് ബോക്സ് വെച്ചിട്ട് ഒരു പെൻ ഹോൾഡറാണ് ചെയ്യാൻ പോകുന്നത്. പെൻ ഹോൾഡർ ഉണ്ടാക്കുന്നതൊക്കെ നമ്മുടെ ചാനലിൽ അങ്ങനെ ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ്. ഇതിന് മുമ്പ് ഒരു പ്രാവശ്യം ഞാൻ ചെയ്തിട്ടുണ്ട് ഈ സോപ്പ് ബോക്സ് വെച്ചിട്ട് തന്നെ വേറൊരു രീതിയിൽ. അപ്പോൾ അത് ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ചെയ്തത്. അത് കണ്ടിട്ടുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയതായിരുന്നു. പക്ഷേ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ കുറച്ച് സ്കൾപ്റ്റിംഗ് ഒക്കെ വന്നതുകൊണ്ട് ലോങ് വീഡിയോ ആയിട്ട് തന്നെ ഇത് പോസ്റ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ഈ ഒരു പെൻ ഹോൾഡർ ഉണ്ടാക്കാനായിട്ട് ആദ്യം വേണ്ടത് ഒരു സോപ്പ് ബോക്സ് ആണെന്ന് പറഞ്ഞല്ലോ. ഇതുപോലത്തെ ഒരു സോപ്പ് ബോക്സ് ആണ് നമുക്ക് ആവശ്യം. ഇതിപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള ഒരു ബോക്സ് ആണ്. ഇതുപോലെ റെക്റ്റാങ്കുലർ അതായാലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് മോൾ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. സൈഡിലുള്ളതും മുകളിലുള്ള ഒരു ക്ലോഷറും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ പുറത്തേക്ക് കുറേ വേസ്റ്റ് പേപ്പർ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിവിടെ കുറേ വേസ്റ്റ് പേപ്പേഴ്സ് ഇങ്ങനെ എടുത്തിട്ടുണ്ട്, ന്യൂസ് പേപ്പറും അല്ലാത്ത പേപ്പറും ഒക്കെ ആയിട്ട്. എന്നിട്ട് കുറച്ച് ഫെവിക്കോളും കുറച്ച് വാട്ടറും കൂടെ മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓരോരോ പീസസ് ആയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാതെയും ചെയ്തുകൂടെ എന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ നമ്മൾക്ക് വേണ്ടത് പെൻ ഹോൾഡർ ആണല്ലോ. അപ്പോൾ ഈ പെന്നിനെ ഹോൾഡ് ചെയ്യാനുള്ള ഒരു സ്ട്രെങ്ത് നമ്മുടെ ഹോൾഡറിന് ആവശ്യമാണ്. ഇത് അധികം ബലമില്ലാത്ത ഒരു ബോക്സ് ആണല്ലോ. അപ്പോൾ അതിന് കുറച്ചും കൂടെ വെയിറ്റും ബലവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ പേപ്പർ സ്ട്രിപ്സ് ഗ്ലൂവും വാട്ടറും വെച്ചിട്ട് ഇതുപോലെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 5-6 ലെയർ ഇതുപോലെ ഒട്ടിച്ചെടുക്കുകയാണെങ്കിൽ അത് നല്ല ഹാർഡായിട്ട് കിട്ടും. കുറച്ചും കൂടെ വെയിറ്റ് ഇൻക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് എന്താണോ ഹോൾഡ് ചെയ്യേണ്ടത് അതിനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും കൂടെ ഇതിന് കിട്ടുകയും ചെയ്യും. ഞാനിപ്പോൾ ഇതൊരു 6 കോട്ടോളം പേപ്പർ ഒട്ടിച്ചാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെക്കാട്ടിലും കൂടുതലും ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനുശേഷം ആ ഒരു ബോക്സ് നന്നായിട്ട് ഉണക്കിയെടുക്കണം. ഉണക്കിയെടുത്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് സിമ്പിളായിട്ട് ഒരു പെയിൻറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സിമ്പിളായിട്ടുള്ള ക്ലേ വർക്ക്സോ അങ്ങനെ എന്തെങ്കിലും ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് തോന്നും ചിലപ്പോൾ ഇത് അൺനെസസറി അല്ലേ, ഇതിപ്പോൾ വളരെ സിമ്പിളായിട്ട് വെച്ചാലും ഇതിപ്പോൾ ഹോൾഡറായിട്ട് യൂസ് ചെയ്യാമല്ലോ, പിന്നെ എന്തിനാണ് ഇതുപോലെ സ്കൾപ്റ്റിംഗ് ഒക്കെ ചെയ്യണതെന്ന്. എനിക്ക് പെട്ടെന്ന് അങ്ങനെ തോന്നിയോണ്ട് ചെയ്തതാണ്. ഇതെൻ്റെ പ്യുവർ ഇമാജിനേഷനിൽ തോന്നി ഞാൻ പെട്ടെന്ന് ചെയ്ത ഒരു വർക്കാണ്. ഇതിപ്പോൾ ഞാൻ വേറൊരു ഐഡിയ വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചിലപ്പോൾ അത് വെച്ചിട്ട് ഞാൻ അതേ രീതിയിലായിരിക്കും ചെയ്തു പോണേ. ഇതിപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റേതായിട്ടുള്ള ഒരു ഐഡിയയിൽ പെട്ടെന്ന് തോന്നി ചെയ്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതിന് പകരം വളരെ സിമ്പിളായിട്ടുള്ള വല്ല ഫ്ലവേഴ്സ് വേണമെങ്കിൽ സ്കൾപ്റ്റ് ചെയ്ത് കൊടുക്കാം, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പെയിൻറ്റിങ് മാതിരി ചെയ്യാം. അങ്ങനെ എന്ത് ഡിസൈൻസ് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്യാം. അങ്ങനെ ഞാനും ചെയ്തിരുന്നെങ്കിൽ ഇതൊരു ഷോർട്ട് വീഡിയോയിൽ ഒതുങ്ങിപ്പോയതിന് ഞാനിങ്ങനെ സ്കൾപ്റ്റിംഗ് എല്ലാം ചെയ്തുകൊണ്ടാണ് ഞാനിതൊരു ലോങ് വീഡിയോ ആയിട്ട് കുറച്ചുകൂടെ ലെങ്തി ആയിട്ട് കാണിക്കുന്നത്. ഈ ഒരു സ്കൾപ്റ്റിങ്ങിനെല്ലാം വേണ്ടിയിട്ട് ഞാൻ എൻ്റെ ഹോം മെയ്ഡ് പേപ്പർ ക്ലേ ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് അതിൻ്റെ ക്ലേയുടെ റെസിപ്പിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ ക്ലേ മേക്കിങ്ങിന് വേണ്ടിയിട്ടൊരു പ്ലേലിസ്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ റെഫറൻസ് വീഡിയോ എന്നുള്ളതിൻ്റെ താഴെ പിൻ ചെയ്ത് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഞാനിവിടെ ഈ ഒരു ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് ഒരു ലേഡിയുടെ ഒരു സ്കൾപ്ചറാണ് ചെയ്യുന്നത്. നമ്മുടെ ചാനലിൽ ഒരു 80%ഓളം ലേഡി തീമിലുള്ള ക്രിയേഷൻസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. വുമൺ തീമിലുള്ള ക്രിയേഷനാണ് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം. എനിക്കതിലൊരു നാണക്കേടോ അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. കാരണം ഞാൻ ഓരോ ക്രിയേഷൻ ചെയ്യുമ്പോഴും എൻ്റെ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റിനും അതുപോലെ തന്നെ എന്തെങ്കിലും ഡിഫറൻസും കൊണ്ടുവരാൻ ശ്രമിക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു ഹൗസ് സ്കൾപ്ചർ ആയിട്ട് ചെയ്യുകയാണെങ്കിൽ പോലും ഇതിൻ്റെ കൂടെ പല എലമെൻറ്റ്സും ഞാൻ പുതിയതായിട്ട് ആഡ് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ എനിക്കൊരിക്കലും അങ്ങനെ വിയേർഡായിട്ടൊന്നും തോന്നിയിട്ടില്ല കേട്ടോ, ഇങ്ങനെ വുമൺ തീം കൂടുതലായിട്ട് ചെയ്യുന്നു എന്നൊന്നും പറഞ്ഞിട്ട്. കാരണം നമ്മൾ തന്നെ സ്വയം ഇമ്പ്രൂവ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ എന്തിനു ചെയ്യാതിരിക്കണം. ഞാനൊരു കുഞ്ഞു കാര്യം കൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു പല വീഡിയോസ് യൂട്യൂബിൽ കാണുന്നതിനിടയ്ക്ക് ഒരു ഷോർട്ട് വീഡിയോ കണ്ടപ്പോൾ അതിനകത്ത് ഒരു കമൻറ്റ് എന്നെ കുറച്ച് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഞാനിങ്ങനെ ഒരു ക്രാഫ്റ്റ് വീഡിയോ കണ്ടുകൊണ്ടിരുന്നപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ഒരു പേപ്പർ ക്രാഫ്റ്റ് ആയിരുന്നു. ആ ഒരു ക്രാഫ്റ്റ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ കമൻറ്റ് ബോക്സ് കാണാനിടയായി. അപ്പോൾ അതിനകത്തൊരു കമൻ്റ് ആയിരുന്നു, ഇവർക്കൊന്നും ഒരു ഐഡിയയും സ്വന്തമായിട്ടില്ലെന്നേ, പിൻട്രസ്റ്റ് എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്, ഈ ക്രാഫ്റ്റ് ചെയ്യണ എല്ലാവരും അവിടുത്തെ ഐഡിയാസാണ് ചെയ്യുന്നത്, അല്ലാതെ ഇവർക്കൊന്നും ചിന്തിക്കാനോ സ്വന്തമായിട്ട് ഐഡിയാസ് ഉണ്ടാക്കാനോ ഉള്ള കഴിവൊന്നുമില്ല, അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊരു കമൻറ്റ്.
ശരിക്കും പറഞ്ഞാൽ ആ ഒരു ക്രിയേഷൻ ഒരു ഒറിഗാമി ടൈപ്പ് ഓഫ് ക്രിയേഷൻ ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അത് ഓൾറെഡി ഒറിഗാമി വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു ആർട്ട് ഫോമാണ്, പലർക്കും പണ്ട് മുതലേ അറിയുന്നതാണ്, അത് പറഞ്ഞും കേട്ടും കണ്ടും ഒക്കെ ആൾക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ ഇത് ചെയ്യുന്ന ആളിൻ്റെ എഫർട്ടിന് ഒരു വാല്യൂ ഇല്ല എന്നാണ് ഞാൻ ചിന്തിച്ചത്. ഇനിയിപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കമൻറ്റിനെ നമ്മൾ എലാബറേറ്റ് ചെയ്ത് നോക്കിയാലും ഒരുപാട് പേര് സ്വന്തം ഐഡിയയിൽ സ്കൾപ്ചറിങ്ങും പെയിൻറ്റിങ്ങും എല്ലാം ചെയ്യുന്നുണ്ട്. സ്വന്തം ഐഡിയയിൽ ഞാൻ ഒരു പിൻട്രസ്റ്റ് നോക്കിയിട്ട് ചെയ്യുന്ന ഒരാളൊന്നുമല്ല. എൻ്റെ ഐഡിയാസ് എല്ലാം പൂർണ്ണമായിട്ടും എൻ്റെ തലയിൽ ഉദിക്കുന്നതാണ് മിക്കവാറും. അതുകൊണ്ട് തന്നെ എനിക്ക് വ്യൂവും കിട്ടാറില്ല, അറ്റൻഷനും കിട്ടാറില്ല, എനിക്കതിലൊരു പരാതിയില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഐഡിയ ഇൻസ്പയർ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഐഡിയ ഈവൻ അതുപോലെ തന്നെ കോപ്പി ആയിട്ട് ഒരു റിക്രിയേഷൻ മാതിരി ചെയ്യണവരാണെങ്കിലും അവരുടെ കുറേ ബ്രെയിൻ വർക്ക് ചെയ്തിട്ട് തന്നെയാണ് അത് അവർ ചെയ്യുന്നത്. അല്ലാതെ എല്ലാവർക്കും ഇപ്പോൾ ഒരു കാര്യം കണ്ടിട്ട് അതേപടി ചെയ്യണമെന്ന് പറ്റില്ല. അപ്പോൾ ഈവൻ ഒരു ഐഡിയ അതേപടി റിക്രിയേറ്റ് ചെയ്താലും സ്വന്തമായി ഐഡിയ ഉണ്ടാക്കുന്നതാണെങ്കിലും അവർക്ക് കഴിവില്ല എന്ന് പറയാൻ പറ്റില്ല. ശരിക്കും അങ്ങനെ ആർക്കും കഴിവില്ല എന്നൊന്നും അങ്ങനെ ജനറലൈസ് ചെയ്തൊന്നും പറയരുത് കേട്ടോ. കാരണം എല്ലാവർക്കും ഓരോരുടേതായിട്ടുള്ള കഴിവുള്ളത് കൊണ്ട് തന്നെയാണ് അവരുടെ വീഡിയോസ് സക്സസ്ഫുൾ ആവുന്നതും സക്സസ്ഫുൾ അല്ലാതിരിക്കുന്നതും. അതൊക്കെ ഓരോരുത്തർക്ക് ഇഷ്ടപ്പെടുന്നത് പോലെയല്ലേ നമുക്ക് അപ്രിസിയേഷൻ കിട്ടുള്ളൂ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ മുമ്പിലേക്ക്, ആർക്കെങ്കിലും അങ്ങനെ ഒരു തോന്നലുണ്ട് ഈ പിൻട്രസ്റ്റിൽ നിന്നുള്ളത് മാത്രമേ കഴിവുള്ളൂ, അല്ലെങ്കിൽ ഐഡിയാസ് അതിലുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്നുള്ളത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റായിട്ടുള്ള ധാരണയാണ്. എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഈവൻ ക്രിയേഷൻ ഓർ നോട്ട് എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള കഴിവുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതുപോലെയാണ് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളിപ്പോൾ കണ്ടല്ലോ, പ്രോസസ്സൊന്നും ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാതാണ് ഈ ഒരു കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്. ഇവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന കളേഴ്സൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഞാനിവിടെ ഒരു ബൊഹോ തീം കുറച്ചൊക്കെ കൊണ്ടുവരണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഒരു ബൊഹീമിയൻ ആർട്ടാണെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല കേട്ടോ. പക്ഷേ എന്നാലും അതിൻ്റെ ഒരു എലമെൻറ്റ്സ് അവിടെ ഇവിടെയും കൊടുക്കണം എന്ന് എനിക്ക് തോന്നി. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഷോർട്ട് വീഡിയോ ഒരു പെയിൻറ്റിങ് ചെയ്തപ്പോൾ തൊട്ട് എനിക്ക് അത് കുറച്ചും കൂടെ ട്രൈ ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ആ ഒരു എലമെൻറ്റ്സും ആ കൈൻഡ് ഓഫ് സിമ്പിളായിട്ടുള്ള പെയിൻറ്റിങ് കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. ഇനി നമുക്ക് ഈ ഒരു ലേഡിയുടെ ഫീച്ചേഴ്സൊക്കെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് കണ്ണ് വരച്ച് കൊടുക്കുന്നുണ്ട്, അതുപോലെ ചുണ്ടും അതുപോലെ മൂക്കും ഫേസും മൊത്തത്തിൽ ഒന്ന് എൻഹാൻസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫേസിൽ ഞാൻ ഷെയ്ഡിങ് ആദ്യം കൊടുക്കണ്ടെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിങ്ങനെ ഡള്ളായിട്ടിരിക്കണു. അപ്പോൾ ഞാൻ കുറച്ച് ഡാർക്ക് ടോണിലുള്ള സോഫ്റ്റ് പേസ്റ്റൽസ് എടുത്തിട്ട് അതിൻ്റെ ഒരു ഫേസിൻ്റെ ഒരു ഡാർക്ക് ഏരിയ വരുന്ന ഏരിയാസിലൊക്കെ ഒന്ന് കോണ്ടൂർ ചെയ്ത് കൊടുത്തിട്ട് ഫേസ് മൊത്തത്തിലൊന്ന് എൻഹാൻസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഡോളിനൊന്നും കൊടുക്കുന്ന അത്രയും കൂടുതൽ ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. ഇത് വെറുതെ ഒരു പെൻ ഹോൾഡർ ആണല്ലോ, അതുകൊണ്ട് ഞാൻ അധികം ഡീറ്റെയിലിംഗ് ഒന്നും കൊടുത്തിട്ടില്ല. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെയൊക്കെ എലമെൻറ്റ്സ് ഒക്കെ കൊടുക്കായിരുന്നു, പക്ഷേ അത്രയും വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. ഇനി ഒരു കോട്ട് വാർണിഷും കൂടെ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള വാട്ടർ ബേസ്ഡ് ആയിട്ടുള്ള വാർണിഷാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗ്ലോസി ഫിനിഷും കൊടുക്കാം. ഞാനിവിടെ കുറച്ച് മാറ്റായിട്ട് ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ നമ്മുടെ പെൻ ഹോൾഡർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ആദ്യം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ എലമെൻറ്റ്സ് ഇത്രയൊന്നും കൊടുക്കണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. സ്കൾപ്റ്റിങ് ചെയ്യണമെന്ന് പോലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ചെയ്ത് എനിക്ക് ചെയ്യണം തോന്നി അങ്ങ് ചെയ്ത് പോയതാണ്. അപ്പോൾ ഇതുപോലെയാണ് കിട്ടിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നല്ല സ്ട്രോങ്ങും ആണ്, ഒരുപാട് സാധനങ്ങൾ ഇട്ട് വയ്ക്കുകയും ചെയ്യാമെന്ന് എനിക്ക് തോന്നി. ഏതായാലും എനിക്കിത് യൂസ്ഫുള്ളാണ്, കാരണം ഒരുപാട് സാധനങ്ങൾ ഇതുപോലെ ഇട്ട് വയ്ക്കാമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്. ചൂസ്.